നമസ്തേ. ശാസ്താംകോട്ട എയ്ഡഡ് സ്കൂൾ വിവാദം, വ്യാജ പ്രചാരണങ്ങളും മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ചില പ്രത്യേക മാധ്യമങ്ങളിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കൊല്ലം ശാസ്താംകോട്ടയിലെ ഓർത്തഡോക്സ് സഭയുടെ എയ്ഡഡ് സ്കൂളുമായി ബന്ധപ്പെട്ട വിവാദം. മുസ്ലിം കുട്ടികൾക്ക് സ്കൂൾ ഹെഡ് മിസ്ട്രസ് അഡ്മിഷൻ നിഷേധിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഒരു സമുദായത്തെയും സഭയെയും മനഃപൂർവ്വം പ്രതിക്കൂട്ടിൽ നിർത്താൻ ചില കോണുകളിൽ നിന്ന് ബോധപൂർവം അഴിച്ചുവിട്ട ഈ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. വിവാദത്തിന് പിന്നിലെ ലക്ഷ്യമെന്ത്? മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ശാസ്താംകോട്ട, ശൂരനാട് പ്രദേശങ്ങളിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വിദ്യാലയത്തിലെ തന്നെ ഒരു താൽക്കാലിക സംസ്കൃത അധ്യാപികയാണ് ചില ഇസ്ലാമിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും സഹായത്തോടെ സ്കൂൾ അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ ചില സ്വാർത്ഥ താൽപര്യങ്ങൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തസ്തിക നിലനിർത്താനുള്ള ശ്രമം. താൽക്കാലിക അധ്യാപികയുടെ ജോലി സ്ഥിരപ്പെടുത്തണമെങ്കിൽ സ്കൂളിൽ ഡിവിഷൻ നിലനിർത്താൻ ആവശ്യമായ കുട്ടികൾ ഉണ്ടാകണം. എളുപ്പവഴി തേടൽ. സാധാരണ രീതിയിൽ വീടുകളിൽ കയറിയിറങ്ങി കുട്ടികളെ കണ്ടെത്തുന്നതിന് പകരം ഒറ്റയടിക്ക് കൂടുതൽ കുട്ടികളെ ഒപ്പിച്ചു തരാമെന്നേറ്റ ചില പ്രാദേശിക മതസംഘടനകളുടെ കെണിയിൽ ഈ അധ്യാപിക വീഴുകയായിരുന്നു. അഡ്മിഷൻ എത്തിച്ച കുട്ടികളും അപ്രായോഗിക നിർദ്ദേശങ്ങളും. അധ്യാപികയെ സഹായിക്കാമെന്നേറ്റ സംഘടനകൾ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായി എത്തിച്ചത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെയല്ല, ഉത്തരേന്ത്യയിൽ നിന്നടക്കം കൊണ്ടുവന്ന മതപഠനശാലയിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന കുട്ടികളെയാണ് ഇവർ സ്കൂളിൽ എത്തിച്ചത്. എന്നാൽ ഈ പ്രവേശന നീക്കത്തിന് പിന്നിൽ ഗുരുതരമായ ചില നിയമപ്രശ്നങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഒന്ന്, രേഖകളുടെ കുറവ്. സ്കൂളിൽ പ്രവേശനം നേടുന്നതിന് ആവശ്യമായ കൃത്യമായ രേഖകൾ പോലും ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. രണ്ട്, യൂണിഫോം ചട്ടങ്ങളുടെ ലംഘനം. തലപ്പാവും തൊപ്പിയും അറബി വസ്ത്രങ്ങളും ധരിച്ച പ്രത്യേക വേഷത്തിലായിരുന്നു ഭൂരിഭാഗം കുട്ടികളും എത്തിയത്. സ്കൂളിലെ പൊതുവായ യൂണിഫോം നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. മൂന്ന്, ക്ലാസുകളിൽ ഹാജരാകാതിരിക്കൽ. വെള്ളിയാഴ്ചകളിൽ സ്കൂളിൽ വരില്ലെന്ന നിലപാടും സ്കൂൾ സമയത്ത് മതപഠനത്തിന് പ്രാധാന്യം നൽകുമെന്ന രീതിയുമാണ് ഇവരുടേത്. പൊതുവിദ്യാലയങ്ങളിലെ പൊതുവായ നിയമങ്ങളും അച്ചടക്കവും പാലിക്കാൻ തയ്യാറാകാത്ത, കൃത്യമായ രേഖകളില്ലാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ നൽകാൻ ഹെഡ് മിസ്ട്രസ് വിസമ്മതിച്ചത് സ്വാഭാവികമായ ഒരു ഭരണപരമായ തീരുമാനം മാത്രമാണ്. അതിനെയാണ് ഇപ്പോൾ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ നടക്കുന്ന വ്യാജ ഹാജർ തന്ത്രം. കേരളത്തിലെ പല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെയും ചില എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്തരം രീതികൾ നിലവിലുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. പ്രവർത്തന രീതി ഇങ്ങനെ: ദർസുകളിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂളുകളിൽ കൊണ്ടുവന്ന് പേര് രജിസ്റ്റർ ചെയ്യുകയും ഹാജർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവർ മതപഠനത്തിനായി പോകുന്നു. സ്കൂൾ രേഖകളിൽ പേരുള്ളതിനാൽ ഇവർക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുകയും പരീക്ഷകളിൽ ജയിക്കുകയും ചെയ്യുന്നു. ചില സ്കൂളുകളിൽ ഡിവിഷനുകൾ നിലനിർത്താനും പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാനും ചിലർ പ്രയോഗിക്കുന്ന ഈ അവിശുദ്ധ തന്ത്രമാണ് ശാസ്താംകോട്ടയിലും പയറ്റാൻ നോക്കിയത്. നിയമം എല്ലാവർക്കും ബാധകമാണ്. ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ അത് ഒരു പ്രത്യേക സമുദായത്തിലെ കുട്ടികളായതുകൊണ്ട് മാത്രം സ്കൂളിലെയും രാജ്യത്തെയും നിയമങ്ങൾ പാലിക്കാതിരിക്കാൻ കഴിയില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. സ്കൂളിന്റെ അച്ചടക്കത്തെക്കാളും നിയമങ്ങളെക്കാളും വലുതായി മതപരമായ വാശികളെ കാണുന്നവർക്ക് അഡ്മിഷൻ നൽകാതിരിക്കുക എന്നത് ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇത്തരം വിഷയത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന മതമൗലികവാദ സംഘടനകളുടെ ഇടപെടലുകളെ തടയുകയാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. മാധ്യമങ്ങൾ നൽകുന്ന ഏകപക്ഷീയമായ വാർത്തകൾ വിശ്വസിച്ച് സഭയെയും വിദ്യാലയത്തെയും വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം. ഇതിന് പിന്നിലെ കൃത്രിമ ഹാജർ തട്ടിപ്പുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുകയാണ് അധികൃതർ ചെയ്യേണ്ടത്. മതമൗലികവാദികൾക്ക് മുന്നിൽ കീഴടങ്ങാതെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഭരണകൂടവും സ്കൂളിന്റെ പ്രധാന അധ്യാപികയ്ക്ക് പൂർണ്ണ സംരക്ഷണവും പിന്തുണയും നൽകുവാൻ തയ്യാറാവുക. മതമൗലികവാദികൾക്ക് മുന്നിൽ ജോസഫ് മാഷിനെ ഇട്ടുകൊടുക്കാതെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ കോളേജ് മാനേജ്മെന്റും കോതമംഗലം രൂപതയും മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ജോസഫ് മാഷ് എന്ന മനുഷ്യന്റെ കയ്യും കാലും ശരീഅത്ത് നിയമപ്രകാരം ഇസ്ലാമിക ഭീകരവാദികൾ വെട്ടിമാറ്റില്ലായിരുന്നു. അന്ന് ന്യൂമോൻ കോളേജ് മാനേജ്മെന്റും സഭാ നേതൃത്വവും പുലർത്തിയ അതേ മൗനമാണ് ഇന്ന് ഈ വിഷയത്തിൽ കൊല്ലം ശാസ്താംകോട്ടയിലെ സ്കൂൾ മാനേജ്മെന്റും ഓർത്തഡോക്സ് സഭയും പുലർത്തുന്നത്. ഇത് ഒടുവിൽ നിങ്ങൾക്ക് തന്നെ വിനയായി മാറുമെന്നത് ഓർത്തഡോക്സ് സഭ നേതൃത്വം മറക്കരുത്.